വെൽക്കം ടു മൈ ചാനൽ നീതൂസ് ഓൾ ഇൻ വൺ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് ആണ്. നമ്മുടെ നാടൻ ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അതിനാദ്യം നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഫ്രഷോ മീറ്റ്സിൻ്റെ ചിക്കൻ, അതായത് 1 kg ചിക്കനാണ് ഇതിനകത്തുള്ളത്. ഇനി ഇതിപ്പം ക്ലീൻ ചെയ്ത് ബാക്കിയെല്ലാം സെറ്റ് ചെയ്യണം. ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ 1 കിലോ ചിക്കനാണ് കേട്ടോ ഇത്. അപ്പം ചിക്കൻ ഇതിനാവശ്യമുള്ള, ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: ഉപ്പ്, കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാധാരണ മുളക് പൊടി, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് അതിന് വ്യത്യാസം വരുത്താം. ഞാനിപ്പം കഴുകി വെച്ചിരുന്ന ചിക്കൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, നല്ല നീറ്റായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആദ്യം ഞാൻ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി. അത് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല, കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ചേർക്കുന്നതുകൊണ്ട് എരിവ് കൂടുന്നില്ല. നിങ്ങൾക്ക് എരിവ് ഒത്തിരി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി അതിൻ്റെ ആവശ്യപ്രകാരം ഇടാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു ഫുൾ നാരങ്ങയുടെ നീരാണ് ഞാൻ അതിനകത്ത് ഇടുന്നത് കേട്ടോ. കാരണം ഇത് 1 കിലോ ചിക്കൻ ആയതുകൊണ്ടാണ് ഞാൻ ഒരു ഫുൾ നാരങ്ങ എടുത്തത്. ഇനി ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പിടിപ്പിക്കുക. ഇതിൻ്റെ എല്ലാ പൊടികളുടെയും ആ ഒരു ഫ്ലേവറും നാരങ്ങയുടെ നീരൊക്കെ ഓരോ ചിക്കൻ പീസസിലോട്ടും അതങ്ങോട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് അതിലോട്ട് അങ്ങ് മുങ്ങിക്കിടക്കണം. ഇത് നന്നായിട്ടിപ്പം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 30 മിനിറ്റ് തൊട്ട് വേണമെങ്കിൽ ഓവർനൈറ്റ് വരെ നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. ഇനിയിപ്പം ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നാളെ ചെയ്യാനാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാം. ഇനി ഉടനെ ചെയ്യുന്നവരാണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഇത് എടുത്ത് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മൾ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ്: 3 വലിയ സവോള, 1 വെളുത്തുള്ളി, 2 തക്കാളി, 3 വലിയ പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, അതിനോടൊപ്പം തന്നെ 1 capsicum കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ട കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ ഇനി ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെക്കുക. ഇതാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ. ഞാൻ പറഞ്ഞല്ലോ 30 മിനിറ്റിന് ശേഷം നമ്മളിത് പുറത്തെടുത്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ ഇത് കാണിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ വറുത്തെടുക്കുക. അപ്പോൾ ഇനി ചിക്കൻ വറുക്കാൻ പോവുകയാണ്. അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഞാനൊരു അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി വെച്ച് അതിനകത്തിട്ട് ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ എണ്ണ ഒന്ന് ചൂടാകാൻ അനുവദിക്കണം. അപ്പം നമ്മുടെ എണ്ണ പതുക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഓരോ കഷ്ണം ആയിട്ട് മെല്ലെ ഇട്ട് കൊടുക്കാം. നമ്മളിതൊരു സെമി ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്, ഫുൾ ഫ്രൈ അല്ല. അപ്പം കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും ഒന്ന് എണ്ണ കിടന്നങ്ങ് കുറച്ച് നേരം ഒന്ന് നീരാടി കഴിയുമ്പോഴത്തേനും ഇത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ കയ്യിലോട്ടങ്ങ് കിട്ടും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ എണ്ണ ചൂടാകുമ്പോഴത്തേനും ചിക്കൻ അടി പിടിക്കാതിരിക്കാൻ ഒരു ടിപ്പ് വേണമെങ്കിൽ പറഞ്ഞുതരാം. അത് ആക്ച്വലി ഞാൻ ആ ടിപ്പ് ചിക്കൻ ഇട്ട ശേഷമാണ് ഓർത്തത്, ക്ഷമിക്കണം. അപ്പം അതിനാവശ്യമായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് അങ്ങ് എണ്ണയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ചിക്കൻ ഇടുന്നതിന് മുമ്പ് ഇടണം കേട്ടോ. എന്നാലേ നമുക്ക് അടി പിടിക്കാതെ ചിക്കൻ ഇങ്ങനെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചില ചീഞ്ചട്ടികൾ നമുക്ക് പണി തരും, ചിലപ്പോൾ 8ന്റെ പണിയായിരിക്കും. ഒട്ടിപ്പിടിച്ചാൽ പിന്നെ എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ ആദ്യം തന്നെ കറിവേപ്പില ഇട്ടിട്ട് ചിക്കൻ ഇടുക. അപ്പം നമുക്ക് ഏകദേശം നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മുടെ ചിക്കൻ സെമി ഫ്രൈ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടെ വറുത്തെടുത്തിട്ട് പിന്നെ നമുക്ക് അതിന് വേണ്ട കൂട്ട് തയ്യാറാക്കാം. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റിന് വേണ്ട ചേരുവകളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വറുത്ത് വെച്ച ചിക്കൻ സെമിയും വറുത്തതാണ് കേട്ടോ. 3 സവോള നീളത്തിൽ അരിഞ്ഞത്, 1 വലിയ വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്, അത് കുരുകുന അരിഞ്ഞത്,
ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 തക്കാളി എടുത്തിട്ടുണ്ട് ഞാനിവിടെ, 3 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം, നീളത്തിൽ അരിഞ്ഞത്, കരിവേപ്പില, പിന്നെ നമ്മുടെ മല്ലിയില, പിന്നെ അവസാനം ഇതിനകത്ത് ചേർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് നമ്മുടെ ടൊമാറ്റോ സോസ്. അപ്പം ചിക്കൻ റോസ്റ്റ് കുക്ക് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ, ഞാനിപ്പം ചിക്കൻ വറുക്കാൻ എടുത്ത എണ്ണ തന്നെയാണ് ഇതിനകത്തോട്ട് ഒഴിച്ചേക്കുന്നത്, വേറെ പുതുതായിട്ട് എണ്ണയൊന്നും എടുത്തിട്ടില്ല. അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നേരത്തെ പറഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്യുവാണ്, കാരണം അടി പിടിക്കാതിരിക്കാനാണ്. ഈ പാത്രം ചിലപ്പോൾ എനിക്ക് പണി തരും. അപ്പം എണ്ണ ചൂടായി. ഇനിയിപ്പം ഞാനിതിനകത്തോട്ട് വെളുത്തുള്ളി, ഇഞ്ചി ആഡ് ചെയ്യാൻ പോവാണ്. നന്നായിട്ടൊന്ന് കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് നമ്മുടെ സവോള അങ്ങോട്ട് ഇട്ട് വഴറ്റാൻ പോവാണ്. ഈ സവോള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. കളർ മാറി കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ള ചേരുവകൾ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇതൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കണം, കണ്ട ഉടനെ ലൈക്ക് അടിക്കുക, എന്നിട്ട് മാത്രം ബാക്കിയുള്ള സംഭവമൊക്കെ കാണുക. കഴിഞ്ഞ ദിവസം ഞാൻ അപ്പവും വെജിറ്റബിൾ കുറുമയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും അത് കണ്ടിട്ട് എന്നെ ചുമ്മാ ഒന്ന് കളിയാക്കിയിട്ടുണ്ട്. അത് മേടിച്ചതാണോ അത് ഞാൻ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ. അത്രയ്ക്ക് വിശ്വാസമാണ് എന്നെ എല്ലാവർക്കും, അതുകൊണ്ടാണ് ആ ചോദ്യം. പക്ഷെ അത് ചുമ്മാ ഞാനിവിടെ ഉണ്ടാക്കിയപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതെന്നല്ല, ചുമ്മാ ഒരു രസത്തിന് ഒരു വീഡിയോ എടുത്തു, അപ്പം അതിനൊരു കമന്ററി കൊടുത്തു മാത്രം. പക്ഷെ അതിനുശേഷം പലരും എന്നോട് ചോദിച്ചു അതിൻ്റെ ഒരു റെസിപ്പി ഇടാവുമോ എന്നൊക്കെ. അപ്പോൾ ഉടനെ തന്നെ പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ട് നീതു നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഉള്ളി ഏകദേശം കളർക്ക് കംപ്ലീറ്റ്ലി മാറി തുടങ്ങിയ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി ഞാൻ ഇതിലോട്ട് പച്ചമുളകും തക്കാളിയും കൂടെ ഇടാൻ പോവുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം, അതുവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നീതൂസ് ഓൾ ഇൻ വൺ എന്നാണ്. അപ്പം അതിൽ പലരും പ്രതീക്ഷിക്കുന്നുണ്ടാവും പാട്ടും ഡാൻസും മാത്രമായിട്ട്. പക്ഷെ ഞാൻ അതൊന്നുമല്ല, എല്ലാ രീതിയിലുള്ള എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് എൻ്റെ ചാനൽ ഞാൻ എന്താ പറയുക പേര് തന്നെ തിരഞ്ഞെടുത്തേക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലെ പലതര വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. പിന്നെ കുക്കിംഗ് ഒന്നും എൻ്റെ മേഖലയിലുള്ള സംഭവം അല്ല, പക്ഷെ ഞാൻ അതും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ IELTS പഠിപ്പിക്കുകയാണെന്നുള്ളത് പലർക്കും അറിയാം. അപ്പോൾ IELTSന്റെ വീഡിയോസ് ആയിട്ടും മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പം അത് പലർക്കും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും IELTS പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരോ IELTS ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും അതൊക്കെ യൂസ്ഫുൾ ആണ്. അപ്പം എല്ലാ തരം കണ്ടന്റ് അടങ്ങുന്ന ഒരു വീഡിയോ ചാനൽ എന്ന് വെച്ചാൽ വീഡിയോസ് ഇടുന്ന ഒരു ചാനലാണ് നീതൂസ് ഓൾ ഇൻ വൺ. തക്കാളിയും പച്ചമുളകും ഇതിനകത്ത് ചേർത്തതിന് ശേഷം ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്ത് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും കൂടെ ഇതിനകത്ത് ഇടാൻ പോവുകയാണ്. അപ്പം അതും കൂടെ ഇതിനകത്തൊന്ന് കിടന്ന് ഒന്ന് ഏകദേശം ഒരു വേവിൻ്റെ അവസ്ഥയിലൊക്കെ ഒന്ന് ആയി കിട്ടട്ടെ. ഒത്തിരി അങ്ങോട്ട് ക്യാപ്സിക്കവും തക്കാളിയും ഒക്കെ ഉടയാതിരിക്കുവാണെങ്കിൽ കുറച്ചൊരു ക്രിസ്പി ഫീലൊക്കെ നമുക്ക് കിട്ടും. ഇനി അടുത്തത് ഞാൻ ചെറിയൊരു കുഴി ഇതിൻ്റെ നടുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വെള്ളം ഒഴിക്കണമെന്നല്ല കേട്ടോ, പൊടി ഇടാനാണ്. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ഫുൾ ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ഞാനങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പൊടികളുടെ മണമൊക്കെ ആ കുത്ത് സ്മെല്ലൊക്കെ അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് നമ്മുടെ വറുത്ത് വെച്ച ചിക്കൻ പീസസ് അങ്ങോട്ട് ഇടുവാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാല മൊത്തം ഇതിലോട്ടൊന്ന് പിടിച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കുക. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു.
നന്നായിട്ടൊന്ന് ഇളക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ലോ ഫ്ലെയിമിലായിരിക്കണം. അപ്പം ഞാനിത് കുറച്ച് നേരത്തേന് ഇതേ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പം മൂടി വെച്ചിരുന്ന അടപ്പ് ഞാൻ അങ്ങോട്ട് എടുത്ത് മാറ്റുവാണ്. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. ഇനിയാണ് ലാസ്റ്റ് സ്റ്റേജ്. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. അത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് ഇളക്കണം. അതിനോടൊപ്പം തന്നെ നല്ല നാടൻ കുരുമുളക് പൊടി, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് അങ്ങോട്ട് ചേർത്താൽ മതി. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം. ഞാൻ ഏകദേശം കുറച്ച് എൻ്റെ ഒരു അളവിൽ ഇട്ടേക്കുന്നതാണ്. അതിന് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു ബാലൻസ് ഉണ്ടാവണം എരിവും. പിന്നെ ഈ ടൊമാറ്റോ സോസിന് ചെറിയ പുളിയും മധുരമൊക്കെ ആയതുകൊണ്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ആയിക്കോളും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല എന്ന്. ഉപ്പ് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പം ഇട്ട് വെച്ചത് കറക്റ്റ് അളവിലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പ് ചേർത്തില്ല. ഇനി അവസാനം ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ കുറച്ച് ഉപ്പ് ചേർക്കുന്നതായിരിക്കും. ഓക്കെ, ഏകദേശം നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ എല്ലാ ഫൈനൽ പരിപാടികളും കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ കൂടിപ്പോയ 2 മിനിറ്റും കൂടെ ഒന്നും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് സെറ്റാണ്. അപ്പം ഇനി ബാക്കി 2 മിനിറ്റ് ഞാൻ വീണ്ടും ഒന്ന് മൂടി വെക്കുക കേട്ടോ. വീണ്ടും ഞാൻ മൂടി വെച്ച അടവ് വീണ്ടും തുറക്കുകയാണ്. ഏകദേശം 2-3 മിനിറ്റ് സമയമൊക്കെ കഴിഞ്ഞു. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ കേട്ടോ. ഞാൻ ഫ്ലെയിമിൻ്റെ ലെവൽ കൂട്ടിയിട്ടില്ല, കാരണം ചിലപ്പോൾ ഇത് അടി പിടിക്കുകയോ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇത് അവസാനം ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില, കഴുകിയെടുത്ത് വെച്ച് കുറച്ച് മല്ലിയില ഞാനിങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ടു ഗാർണിഷ് ഇറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പം എൻ്റെ വീഡിയോസ് ചിലപ്പം കുറച്ച് ലാഗൊക്കെ വന്നിട്ടുണ്ടാവാം പലതും പറയുന്നതിൻ്റെ ഇടയിൽ. കാരണം എൻ്റെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ചിക്കൻ റോസ്റ്റിലായി പോയി. അതുകൊണ്ട് ചിലപ്പം ചില കാര്യങ്ങളൊക്കെ ചിലപ്പം വിട്ടുപോയിട്ടുണ്ടാവണം, പോയിട്ടുണ്ടാവില്ല, അതൊന്നും എനിക്കറിയത്തില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് എന്നോട് ക്ഷമിക്കേണ്ടത്. നിങ്ങൾ മാത്രമേ ക്ഷമിക്കാനുള്ളൂ, വേറെ ആരും ക്ഷമിക്കാനില്ല. അപ്പം ഇത് നമ്മുടെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തി. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടുക. ചിക്കൻ റോസ്റ്റ് പോലെ തോന്നുന്നുണ്ടോ, അതോ ചിക്കൻ ഗ്രേവി പോലെ തോന്നുന്നുണ്ടോ, അതോ വേറെ വല്ലതായിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കുക. ഇത് കംപ്ലീറ്റ്ലി ഒരു സെമി ഡ്രൈ ഗ്രേവി ആ ഒരു മോഡലിലാണ് ചെയ്തേക്കുന്നത്. ഗ്രേവി വേണ്ട ആൾക്കാർക്ക് ഇതിനകത്ത് വെള്ളം ചേർക്കുകയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ സോസിൻ്റെ അംശം കൂട്ടി ചേർക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എൻ്റെ അളവിൽ ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു ലെവല് ഇതൊക്കെ തന്നെയാണ്. അപ്പം ഇനി ഓപ്പൺ ആക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഈ തീയിലങ്ങ് കിടന്നൊന്ന് എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ. ഫൈനലി മൈ ചിക്കൻ റോസ്റ്റ് ഇസ് റെഡി. നീതൂസ് ചിക്കൻ റോസ്റ്റ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. അതോടൊപ്പം തന്നെ ഈ റെസിപ്പിയോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് നിങ്ങൾ കമന്റ് ഇടുക. കമന്റ് ഇടുക മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ പുതിയൊരു റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ എത്തുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.